ഒരു എന്തോ ഒരു ഇതിനകത്തൊരു ചെറിയൊരു പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമില്ലാത്തതാണ് ഞാനത് പറിച്ചു കളഞ്ഞാണ്. ക്യൂട്ടായിട്ടുള്ളൊരു സാധനം കീ ചെയിൻ പോലത്തെ ഒരു ഡോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചു കളഞ്ഞു. നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം, അല്ല ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ. എൻ്റെ 250 റുപ്പീസിന് മീഷോന്ന് മിന്ത്രയിൽ മേടിച്ചിട്ടുള്ള കുറച്ച് റാൻഡം പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഫസ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ബാഗാണ്. ഇത് നമുക്ക് ഡെയിലി വെയർ ഓഫീസ് കോളേജിലൊക്കെ പോകുന്നവർക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ്. അത് ആകെ നമുക്കൊരൊറ്റ കമ്പാർട്ട്മെന്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു സിബൊക്കെ വരുന്നുണ്ട്. ഈ ഒരൊറ്റ കമ്പാർട്ട്മെന്റ് മാത്രമേ പക്ഷെ നമുക്ക് ഇതിനകത്ത് വരുന്നുള്ളേ. സൈഡിലൊന്നും വേറെ എക്സ്ട്രാ അങ്ങനെയൊന്നുമില്ല. ഇതിന് കുറെ കളേഴ്സ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ബ്ലാക്ക് ആണ്, ബേജ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അങ്ങനെ കുറെ കളർ ഷെയ്ഡ്സ് അതിനകത്തുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഇതിനൊരു എന്തോ ഇതിനകത്തൊരു ചെറിയൊരു പാവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് ഇഷ്ടമില്ലാത്തതാണ് ഞാനത് പറിച്ചു കളഞ്ഞാണ്. ക്യൂട്ടായിട്ടുള്ളൊരു സാധനം കീ ചെയിൻ പോലത്തെ ഒരു ഡോൾ ഉണ്ടായിരുന്നു, അത് ഞാൻ പറിച്ചു കളഞ്ഞു. നമുക്ക് ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടാം, അല്ല ഇങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ. ഇതിൽ 200 രൂപ താഴെയാണ് ആകെ റേറ്റ് വന്നേക്കുന്നത്. ആ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്തായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു മെറ്റീരിയലാണ്, നല്ല കംഫർട്ട്, നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമാണ്. പിന്നെ നമുക്കിവിടെ ഇതിന്റെ സൈസ്, ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ആകെ നമുക്ക് ഇത്ര ലെങ്ത് ആണ് ഈ ബാഗിന്റെ ഇതിന് വരുന്നത്. ഇനി ഇതിന്റെ സംഭവം നല്ല സെക്യൂർ ആണ് കണ്ടോ. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്നെ പോലെ ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഇത് ഹിമാലയന്റെ പ്രോട്ടീൻ ഹെയർ ക്രീം ആണ്. 200 ml ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതിന് എനിക്ക് തോന്നുന്ന 125 റുപ്പീസ്. ഇതിനകത്ത് കൊടുത്തേക്കുന്ന പ്രൈസ് 190 ആണ്. ഞാൻ മിന്ത്ര എന്നാണ് മേടിച്ചത്. മിന്ത്രന്ന് എനിക്ക് ഓഫറിൽ കിട്ടിയത് 125 റുപ്പീസിന് മാത്രമാണ് ഇത് കിട്ടിയത്. നല്ല സ്മെല്ലാണ്, അടിപൊളി ക്രീമാണ്. ഫ്രിസി ഹെയർ ഉള്ളവർക്ക് കണ്ടുമുട്ട് നമുക്ക് കണ്ടീഷണർ പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. നല്ലോണം നമ്മുടെ ഹെയർ ഡാമേജ്, ആ ഒരു ഫ്രിസിനെസ് കുറയ്ക്കും. വേറെ എക്സ്ട്രാ എനിക്കൊന്നും ഫീൽ ചെയ്യാം. ഫ്രിസിനെസ് നല്ലോണം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ. ക്വാണ്ടിറ്റി വരുന്നത് 200 ml ആണ്, 125 ആണ്. മിന്ത്രന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇവർ പറയുന്നത് ഡെയിലി യൂസ് ചെയ്യാനായിട്ടാണ്. ഞാൻ പക്ഷേ വീക്ക്ലി 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഇത് നമ്മൾ ഹെയർ വാഷ്, ഷാമ്പു ഇട്ട് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്ത് ഷാമ്പു വാഷ് കഴിഞ്ഞിട്ട് കണ്ടീഷണർ ഇടുന്നവർക്കിടാം. ഞാൻ ഇത് യൂസ് ചെയ്ത സമയത്ത് കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. ഷാമ്പു ഇട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് മുടിയിലത്തെ കുറച്ച് ആ ഒരു വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കിനും ഇത് കുറച്ചെടുത്തിട്ട് റൂട്ട് ടു ടിപ്പ് വരെ തേച്ച് കൊടുക്കുക. ഒരു 5 to 10 minutes വെക്കുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. പക്ഷെ ഇവരിത് പറയുന്നത് ഡെയിലി ആഫ്റ്റർ വാഷിന് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനാണ്. ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല. ഒരു ആഴ്ച 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഞാൻ ആഴ്ച 2 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പാക്കേജിങ് എനിക്ക് അടിപൊളിയാണ്. ഈ ഒരു ഇതിന്റെ ഈ ഒരു ഇത് തുറക്കുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ ഒക്കെ ഈ ബേബി ക്രീം ഇല്ലേ, അതിന്റെയൊക്കെ ഒരു സ്മെല്ല് പോലെ തോന്നുന്നത്. ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്ത് 2 പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം പിന്നെ ഇങ്ങനെ സ്മെല്ലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കുട്ടികളുടെയൊക്കെ ബോഡി ക്രീം, ബോഡി ലോഷൻ, ബോഡി ക്രീം ആണോ, കുട്ടികളുടെയൊക്കെ ബോഡി വരുന്ന ക്രീമില്ലേ, ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ സ്മെല്ലില്ല. പക്ഷെ തുറന്നു അപ്പൊ ഇത് വാങ്ങേണ്ടവർക്ക് എന്താണെങ്കിലും ഈ ഒരു പ്രൈസിന് വർത്താണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൽ മേടിച്ചാൽ 190 രൂപയാകും. അല്ലാതെ ഒരെണ്ണം മേടിക്കുവാണെങ്കിൽ ഇതിന്റെ 100 ml 100 രൂപയാണ്. 100 ml 100 രൂപയാണ്. ആ 100 ml ഇപ്പം കാണിക്കുന്നില്ല, സോൾഡ് ഔട്ട് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ 125 രൂപയ്ക്ക് 200 ml നമുക്ക് ലാഭമല്ലേ.
പിന്നെ ഇത് കുറേ നാളത്തേക്ക് ഉണ്ടാവും. നമ്മൾ ആഴ്ച 2 പ്രാവശ്യം മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. വാല്യൂ ഫോർ മണിയാണ്, വേണ്ടവർ മേടിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്നെപ്പോലെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കൺസീലർ കളർ കറക്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഈ ഒരൊറ്റ സമയം. ഇത് പ്രോ കൺസീലർ ആണ്, ഹൈ ഡെഫിനേഷൻ കൺസീലർ. ഇത് ഓറഞ്ച് ആണ്, ഈ കളറാണ്, നല്ല ഭംഗി. നമ്മൾ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ പിന്നെ അറിയാനുണ്ട്, ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഡാർക്ക് സർക്കിൾ ഉള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കവർ ചെയ്യാൻ നല്ലതാണ്. ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനോ അല്ലെങ്കിൽ കൺസീലറോ അല്ലെങ്കിൽ BB ക്രീമോ CC ക്രീമോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. അത്ര കുറേ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. ഇതും എനിക്ക് തോന്നുന്നു 100 രൂപ അത്ര എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ. ഇത് ഞാൻ മീഷോന്നാണ് മേടിച്ചിട്ടുള്ളത്, പ്രോ കൺസീലർ. നെക്സ്റ്റ് ഞാൻ മീഷോന്ന് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് മേടിച്ച ഒരു ടീഷർട്ടാണ്. ടീഷർട്ട് വരുന്നത് നല്ലൊരു, ഇപ്പം ഞാൻ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു ഒനിയൻ പിങ്ക് അങ്ങനത്തെ ഒരു കളറല്ലേ, പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കളറല്ല. ഒരു കുറച്ചും കൂടി ഡാർക്ക് പീച്ച്, ഈ കാണുന്ന കളറേ അല്ല ഇത്, ഒരു ഡാർക്ക് പീച്ച് കളറൊക്കെ പോലത്തെ വന്നേക്കുന്നത്. ഒരു 5 സ്ലീവ് ടീഷർട്ടാണ്. മെറ്റീരിയൽ ഉണ്ട്, വെയർ ചെയ്യാൻ നല്ല ഭംഗിയാണ്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്, പക്ഷെ കുറച്ച് സീത്രൂ ആണ് ഒരു പോയിന്റ്. പക്ഷെ ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. ഞാനിത് ആക്ച്വലി ബ്രദറിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അവൻ്റെ അടുത്ത് ലാർജ് സൈസ് എടുക്കാൻ പറഞ്ഞു, ലാർജ് സൈസ് മേടിച്ചു. പക്ഷെ അവൻ XL വേണമായിരുന്നു. അപ്പോൾ ഈ ലാർജ് അവൻ എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇവരുടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഒരു 250 ബിലോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല മെറ്റീരിയൽ, നല്ല സുഖം. നമുക്ക് ഡെയിലി വെയർ, കാഷ്വൽ വെയർ, കോളേജ്, ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീഷർട്ടാണ്. നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയാണ്. സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വന്നേക്കുന്നതാണ്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമില്ല, നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ക്വാളിറ്റി തന്നെയുണ്ട് മെറ്റീരിയലിലാണെങ്കിൽ. ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിലോ ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ക്വാളിറ്റിയിലാണ് മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും എല്ലാം വന്നേക്കുന്നത്. ഡെയിലി വെയറിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് ജസ്റ്റ് 76 റുപ്പീസിനാണ് എനിക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടിയത്. ഇപ്പോഴും സെയിലുണ്ട്. 76 റുപ്പീസ് മാത്രമേ ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നുള്ളൂ. ഇത് എലൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. നെറ്റിലാറ്റ് എന്നുള്ള ഷെയ്ഡാണ്, ഒരു ചോക്ലേറ്റ് ബ്രൗൺ. എപ്പോഴും ഈ റെഡും പിങ്കും ഒക്കെ ഇടുന്നവർക്കൊരു വെറൈറ്റി. എനിക്ക് യൂഷ്വലി ബ്രൗൺ ലിപ്സ്റ്റിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു DL025 അങ്ങനെ എന്തൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും ഭയങ്കര വൈറലൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഈ ബ്രൗൺ ഇട്ട് കഴിയുമ്പോഴത്തേനും എൻ്റെ ലിപ്പ് ഭയങ്കര ബ്രൗൺ, ഒരു ഡാർക്ക് ഷെയ്ഡ് ആവുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ആവുന്ന പോലെ തോന്നിയായിരുന്നു. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. പക്ഷെ ഇതാണ് ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ്. ഇപ്പോൾ എവിടെ പോയാലും ഈ ലിപ്സ്റ്റിക്കിലോടാണ് പോകുന്നത്. ഒരു ബബിൾ കത്തിൻ്റെ, ആസ് യൂഷ്വൽ നമ്മുടെ ലൈറ്റിൻ്റെ ബബിൾ കത്തിൻ്റെ സ്മെല്ലുള്ള ലിപ്സ്റ്റിക്കാണ്. ജസ്റ്റിന് വേണ്ടിയിട്ടാണ്. ശരി, നല്ലൊരു ഷെയ്ഡാണ്, നല്ല കളറാണ്, ഫേസിനൊക്കെ നല്ല ഇതാണ് ഷെയ്ഡ് വരുന്നത്. ഇത് ഓവർ ബ്രൗൺ അല്ല, നമ്മൾ ഇടുന്ന അനുസരിച്ച്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ആണ് ഇടുന്നതെങ്കിൽ ഒരു ലൈറ്റ്, ഒരു ന്യൂഡ്, നല്ലൊരു ക്ലാസിക് കളറായിരിക്കും വരുന്നത്. നമ്മൾ ഓവറായിട്ട് നല്ലോണം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളറിലുള്ള ഷെയ്ഡ്. നമ്മൾ എത്ര ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്യുന്നു എന്ന് വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. സ്മഡ്ജ് പ്രൂഫ്, ചെറുതായിട്ട് സ്മഡ്ജ് ആവുന്നുണ്ട്. ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സ്മഡ്ജ് ആവുമൊന്നുമില്ല, മിക്സ് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ്.
അത്യാവശ്യം സ്മഡ്ജ് പ്രൂഫാണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്. പിന്നെ ഓയിൽ ഫിറ്റ് ഒക്കെ അയക്കുമ്പോഴത്തേന് പോകും, റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ഒരു 3 to 4 hours ഒക്കെ നല്ലോണം സ്റ്റേ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും പോകുന്നുണ്ട്. അത്ര ഭയങ്കരമായിട്ടുള്ള ഇത് ട്രാൻസ്ഫർ പ്രൂഫ്, സ്മഡ്ജ് പ്രൂഫ് ഒന്നുമല്ല. എന്നാലും നമുക്ക് ഡെയിലി വെയറിന്, ഓഫീസ് വെയർക്കോടെ നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫേസിലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടിപൊളി ഷെയ്ഡാണ്, നല്ല ബ്രൗൺ ആണോ റെഡ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളത്. നമ്മൾ ഇടുന്ന അനുസരിച്ച് ആ ഒരു ഷെയ്ഡ് മാറി മാറി. ഞാനിപ്പോൾ ഇട്ട ലിപ്സ്റ്റിക്ക് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചെടുക്കാറുള്ളൂ. എനിക്ക് ആ ഓവർ ആയിട്ട് വരുന്ന ആ ഒരു ബ്രൗൺ ഇഷ്ടമല്ല. പറഞ്ഞില്ല, എനിക്ക് ഫേസ് ഡള്ളായ പോലെ എന്തോ ഭയങ്കര ലിപ്പ് ഭയങ്കര ഡാർക്ക് ആയ പോലെ എനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു റെഡ് ലിപ്സ്റ്റിക് ഫാനാണ്. നമ്മൾ ഇട്ടേക്കുന്ന കളറും ഇതിൻ്റെ കളറും കണ്ടു. നമ്മൾ ഇടുന്ന അനുസരിച്ച് കുറച്ചൊരു ഡാർക്ക് ഉള്ളത് ഭയങ്കര ഡാർക്ക് കളറാവും. ഒരു ഇട്ട് കഴിഞ്ഞിട്ടൊരു കുറച്ചൊരു 3-4 സെക്കൻഡ് ഇങ്ങനെ വെക്കാം. ഇപ്പൊ ഇത് ട്രാൻസ്ഫർ പ്രൂഫും ആവും, സ്മഡ്ജും ആകും എല്ലാം. ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നല്ല മാറ്റ് ഫിനിഷ് ആവും. ഒരു പൗഡറി കൈൻഡ് ഓഫ് ഇതാ വരുന്നത്. നമ്മൾ മറ്റേ മാറ്റ് ഫിനിഷ് എന്ന് പറയാൻ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആക്കി അടിച്ചു വരുത്തി അങ്ങനെയല്ല. ഒരു പൗഡറി നല്ല എങ്ങനെ പറയുന്നത്, പൗഡറി ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുന്നത്. ഇട്ട് കളഞ്ഞത് ഒരു മിനിറ്റ്. ട്രാൻസ്ഫർ പ്രൂഫ്, സ്മഡ്ജ് പ്രൂഫ്, ഈസി ടു ക്യാരി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, നല്ല ഷെയ്ഡ്, എന്താ പറയുക എല്ലാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ മറക്കാതെ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ.